എവ്രിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th മെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. 2025 ഫെബ്രുവരിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിന് പാർട്ട് 2 കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഫെബ്രുവരിയിൽ നമുക്ക് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നുള്ള ഇവൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശിക്ഷാ സഞ്ജീവനി ഭീമ യോജന ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ കറക്റ്റായിട്ട് പദ്ധതിയുടെ പേര് ഓർത്തു വെച്ചിരിക്കുക. ശിക്ഷ സഞ്ജീവനി ഭീമ യോജന രാജസ്ഥാനാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ശിക്ഷ സഞ്ജീവനി ഭീമ യോജന എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായത്. ONV പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക പുരസ്കാരങ്ങളൊക്കെ. ഇനി F-35 എന്ന യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകിയത് ഏത് രാജ്യമാണെന്നാണ്? F-35 ഓർത്തിരിക്കുക, അമേരിക്കയാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? സുമൻ കുമാർ ആണ്. ഒരുപാട് സുമന്മാരുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. സുമൻ കുമാർ ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. DRDO അടുത്തിടെ പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വിക്ഷേപിച്ച എയർ ലോഞ്ച്ഡ് ആന്റി ഷിപ്പ് മിസൈൽ സിസ്റ്റത്തിന്റെ പേരെന്താണ്? നേവൽ ആന്റി ഷിപ്പ് മിസൈൽ അഥവാ NASM-SR എന്നാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. NASM-SR. അപ്പൊ DRDO വിക്ഷേപിച്ചതാണ്. DRDO ആണ് പരീക്ഷിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വിക്ഷേപിച്ച എയർ ലോഞ്ച്ഡ് ആന്റി ഷിപ്പ് മിസൈലാണ്. ഓർത്തിരിക്കുക കേട്ടോ. DRDO അതുപോലെ ISROയുടെയൊക്കെ പരീക്ഷണങ്ങളൊക്കെ എക്സാമിന് നന്നായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി P. ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? P. ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചത് P. ജയചന്ദ്രനാണ്. 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ് ആൻസർ കേട്ടോ. അപ്പൊ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഓർത്തിരിക്കുക. ഇനി SBI ഏതു വർഷത്തോടെയാണ് കാർബൺ രഹിതമാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? SBIയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2055 കൂടിയാണ് കാർബൺ രഹിതമാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഒരു യോജനയുടെ കാര്യമാണ്. ശിക്ഷാ സഞ്ജീവനി ഭീമ യോജന കൊണ്ടുവന്നത് രാജസ്ഥാനാണ്. ഈ ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. F-35 ആരാണ് നൽകിയത്? USA ആണ് നൽകിയത്. അതുപോലെ IOCയുടെ ഡയറക്ടറാണ് സുമൻ കുമാർ എന്ന് പറയുന്നത്. DRDO പരീക്ഷിച്ച എയർ ലോഞ്ച്ഡ് ആന്റി ഷിപ്പ് മിസൈലിന്റെ പേരാണ് ഇത് NASM-SR എന്ന് പറയുന്നത്. P. ഭാസ്കരൻ പുരസ്കാരം കിട്ടിയത് P. ജയചന്ദ്രനാണ്. അതുപോലെ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത്. SBI 2055 കൂടിയാണ് കാർബൺ രഹിതമാകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. വേഗം നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തേജക പരിശോധനയെ തുടർന്ന് 3 മാസത്തെ നിരോധനം നേരിടുന്ന ലോക 1ാം നമ്പർ ടെന്നീസ് താരമാരാണ്? യാനിക് സിന്നർ. ഓർത്തിരിക്കുക കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഓരോ ടെന്നീസിന്റെയും വിന്നേഴ്സിനെ കറക്റ്റായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് കാണും കേട്ടോ. ഇനി ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ച് വിവരം ലഭിക്കുവാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് ഏത്? ലൂണാർ ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. നാസയുടെ ദൗത്യമാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്നത്. പേര് തന്നിട്ട് ആരുടെ ദൗത്യമാണെന്നുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ നാസയുടേതാണെന്ന് ഓർത്തിരിക്കുക. ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി 2025 സരസ് മേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? നോയിഡയാണ് കേട്ടോ. 2025 സരസ് മേളയ്ക്ക് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള വികേന്ദ്രീകരണ സൂചിക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയതാരാണ്? കർണാടകയാണ് കേട്ടോ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളം 2ാം സ്ഥാനത്തുണ്ട്. തമിഴ്നാടാണ് 3ാം സ്ഥാനത്ത്. അപ്പൊ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളാണെന്ന് ഓർത്തിരിക്കുക. അപ്പം എന്താണ്, ആരാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്? കർണാടകയാണ്. കേരളം 2ാം സ്ഥാനം, തമിഴ്നാട് 3ാം സ്ഥാനമാണ് ഉള്ളത്. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ഇനങ്ങൾക്കായുള്ള മികവിന്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മോത്തിഹാരിയിലാണ് കേട്ടോ. ബീഹാറിലെ മോത്തിഹാരിയിലാണ് തദ്ദേശീയ ഇനങ്ങൾക്കായുള്ള മികവിന്റെ കേന്ദ്രം നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക. മോത്തിഹാരി പേര് കറക്റ്റായിട്ട് തന്നെ ഓർത്തു വെച്ചിരിക്കുക സ്ഥലത്തിന്റെ. കാർബൺ വിപണികളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായിട്ടുള്ള പ്രകൃതി 2025 നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. സമ്മേളനത്തിന്റെ പേര് ഓർത്തു വെച്ചിരിക്കുക. പ്രകൃതി 2025 നടന്നത് ന്യൂഡൽഹിയിലാണ്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? റിയാദിലാണ് കേട്ടോ വേദിയാകുന്നത്. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ്, സൗദി അറേബ്യയിലെ. കറക്റ്റായിട്ട് ഓർത്തു വെച്ചിരിക്കുക. 2027 നടക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്?
ലഖിംപൂർ ഖേയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഓർത്തിരിക്കുക, സരസ്മേളയ്ക്ക് വേദിയായത് നോയിഡയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ വികേന്ദ്രീകരണ സൂചികയിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കർണാടക. കേരളം 2ാം സ്ഥാനത്താണുള്ളത്. ടെന്നീസ് താരമായിട്ടുള്ള ആരാണ് 3 മാസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? യാനിക് സിന്നറിനാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നാസയുടെ ചന്ദ്രനിലെ ജലസ്രോതസ്സിനെ കുറിച്ചുള്ള വിവരം ലഭിക്കാനുള്ള ദൗത്യമാണ് ഇത് ലൂണാർ ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? എവിടെയാണ് മികവിന്റെ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഇനാഗ്രേഷൻ നടത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്നു. മോത്തിഹാരിയിലാണ് ഉദ്ഘാടനം നടത്തിയത്. ഇനി ന്യൂഡൽഹിയിലാണ് എന്ത് നടന്നത്? പ്രകൃതി 2025 നടന്നത്. ഓർത്തിരിക്കുക. പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് വേദി എന്ന് പറയുന്നത് റിയാദാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ടാണ് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഖിംപൂർ ഖേലാണ് ആദ്യത്തെ ബയോ പോളി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? കേരളത്തിലെ ആദ്യത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ വനിതാ ജൂഡോ റഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജയശ്രീ ആണ് കേട്ടോ. ഇനി നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ല ഏതാണ്? പുതിയ ജില്ലകൾ വരുമ്പോൾ PSC ഭയങ്കര ഇഷ്ടമാണ്, അത് ഓർത്തിരിക്കുക. അപ്പൊ നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയാണ് ഏത്? മേലൂരി എന്ന് പറയുന്നത് കേട്ടോ. മേലൂരി നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയാണ്. സത്യേന്ദ്രനാഥ ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് എവിടെയാണ്? സത്യേന്ദ്രനാഥ ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പശ്ചിമ ബംഗാളിലാണ് നിലവിൽ വരുന്നത്. അതുപോലെ വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കുവാൻ IIIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണിന്റെ പേരെന്താണ്? അപ്പൊ ആനകൾക്കെതിരെയുള്ളതാണ് അസ്ത്ര V1 എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, അസ്ത്ര V1 എന്ന് പറയുന്ന ഡ്രോൺ ആണ് വികസിപ്പിച്ചത്. ഇനി ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് അറിയാവുന്നതാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. ഡൽഹിയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് ആരാണ്? അതിഷി മർലേനാണ് ഡൽഹിയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നു, അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടായിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം എന്ത് തന്നെയാണ്? വനിതകൾ തന്നെയാണ്. ഡീപ് സീക്ക് വിലക്കിയ ഏഷ്യൻ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീപ് സീക്ക് വിലക്കിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് ഡീപ് സീക്ക് വിലക്കിയ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത്. 2025 ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഡുക്കോണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് ഡുക്കോണോ സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പോൾ ഇന്തോനേഷ്യയിലെ അഗ്നിപ്രവാഹങ്ങളൊക്കെ അടുത്തിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്ത് പ്ലേറ്റ് പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക. ഹെൽത്ത് പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്ത് പ്ലേറ്റ് ആരംഭിച്ച ജില്ല ഏതാണ്? മലപ്പുറമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.